2025 കടക്കുമ്പോൾ അപ്രതീക്ഷിതവും അവിചാരിതവുമായ ചലനങ്ങൾ രാഷ്ട്രീയ കേരളത്തിലുണ്ടാകുമോ? ന്യൂസ് ഫ്ലാഷ് ആരംഭിക്കുന്ന രാഷ്ട്രീയ വിശകലന പതിപ്പിന് തുടക്കമാകുന്നു കോളിളക്കം. 2025-26 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വർഷങ്ങളാണ്. തുടർ വിജയങ്ങളുടെ ആലസ്യം LDFിലും തുടർ പരാജയങ്ങളുടെ ആഘാതം UDFിലും ഉണ്ടായ കാലഘട്ടം കടന്നുപോയിരിക്കുന്നു. അധികാരത്തിൽ തിരിച്ചെത്താതെ UDFിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ യുവനിരയെ ഒപ്പം നിർത്തി നടത്തിയ പോരാട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്കും നയിച്ചത്. ആൾക്കൂട്ട ജനാധിപത്യവും AI ഗ്രൂപ്പ് സമവാക്യത്തിൻ്റെ രസതന്ത്രത്തിനുമപ്പുറം പോരാളികളുടെ ഒരു നിരയെ ഒരു കുടക്കീഴിൽ നിർത്തുകയായിരുന്നു സതീശൻ. KPCC ആസ്ഥാനത്ത് നിന്ന് കന്റോൺമെൻറ് ഹൗസിലേക്കുള്ള ദൂരം കുറവാണെങ്കിലും പാർട്ടി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അകലം അത്രമേൽ ചെറുതല്ലാത്ത കാലത്താണ് ഈ ഐക്യം കെട്ടിപ്പടുത്തത് എന്നതും ശ്രദ്ധേയമാണ്. താക്കോൽ സ്ഥാനത്ത് അഥവാ മുഖ്യമന്ത്രി പദത്തിലിരിക്കാൻ ചുരുങ്ങിയത് 1 ഡസൻ പേരെങ്കിലും എപ്പോഴും റിസർവിലുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല മുതൽ K മുരളീധരൻ വരെയും K സുധാകരനും കൊടിക്കുന്നിൽ സുരേഷും മുതൽ ശശി തരൂർ വരെയും ഈ നിരയിൽപ്പെട്ടവരാണ്. ഈ വിശാല നേതൃനിരയ്ക്ക് കുറുകെയാണ് സതീശൻ പ്രതിരോധത്തിൻ്റെ ഒരു പാലം പണിതത്. അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ചുക്കാൻ പിടിക്കുന്ന സാക്ഷാൽ KC വേണുഗോപാലിൻ്റെ പിന്തുണയുമുണ്ടായിരുന്നു. അധികാര സൂര്യനോട് ഏറ്റവും അടുപ്പം ചായുന്ന ഒരുപാട് മരങ്ങളുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ കാലഹരണപ്പെടാവുന്നതും പെട്ടതുമായ ഒരുപാട് DCC നേതാക്കളും ഫലത്തിൽ VD സതീശനൊപ്പമാണ്. എന്നുവെച്ചാൽ KC വേണുഗോപാലിനൊപ്പം എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ആരാധിച്ചു പോന്നിരുന്ന AI ഗ്രൂപ്പിലെ യുവസിംഹങ്ങൾ ഞൊടിയിടയിൽ KC-VD പക്ഷക്കാരായത്. പരസ്പരം പോരടിച്ചിരുന്ന A ഗ്രൂപ്പിലെയും I ഗ്രൂപ്പിലെയും ജനപ്രതിനിധികളും അല്ലാത്തവരുമായ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഭൂരിപക്ഷവും പ്രതിപക്ഷ നേതാവിനൊപ്പം ചേർന്നു. അപ്പോഴും രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും ആരാധിച്ചു തുടർന്നവർ വഴിയാധാരമായ അവസ്ഥയിലുമായി എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വടകരയിലെ മൾട്ടി ആക്സിൽ വണ്ടിയിലെ സുഖയാത്രയിൽ നിന്ന് K മുരളീധരനെ തൃശ്ശൂരിലെ നട്ടും ബോൾട്ടുമില്ലാത്ത വണ്ടിയിലെത്തിച്ചത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ DCC ആഗ്രഹിച്ചിട്ടും K മുരളീധരൻ സ്ഥാനാർത്ഥിയാകാത്തത്, K സുധാകരനും സതീശനുമായുള്ള ഐക്യമില്ലായ്മ എന്നിങ്ങനെ കോൺഗ്രസിൽ കോളിളക്കമുണ്ടാക്കാൻ നിരവധി കാരണങ്ങൾ ചാരത്തിനടിയിലെ കനലായി പിന്നെയും ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നീറിപ്പുകഞ്ഞ് കനൽ തെളിഞ്ഞ് കത്താൻ തുടങ്ങുന്നത്. പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവായി ഒതുക്കിയെങ്കിലും രമേശ് ചെന്നിത്തല അച്ചടക്കമുള്ള പാർട്ടി നേതാവായി തുടർന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നേതൃത്വമേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെയിരിക്കെ രമേശിനോട് കോൺഗ്രസ് നീതി കാട്ടിയില്ല എന്ന തോന്നൽ NSSനുണ്ടായി. താക്കോൽ സ്ഥാനം ചോദിച്ചു വാങ്ങി നൽകിയിട്ടും രമേശ് കാര്യമായ പരിഗണന തിരികെ നൽകിയില്ല എന്ന പരാതിയാണ് പെരുന്നയിൽ നേരത്തെ ഉണ്ടായിരുന്നത്. ആ മഞ്ഞ് ഉരുകുകയാണ്. രമേശിന് കൈകൊടുക്കാൻ സുകുമാരൻ നായർ തീരുമാനിച്ചിരിക്കുന്നു. ഇത് മടങ്ങിവരാൻ നിന്ന രമേശിന് കൂടുതൽ കൈക്കരുത്തായി. തൊട്ടു പിന്നാലെ എന്നാൽ മുന്നിൽ തന്നെ SNDPയും രമേശിനെ ചേർത്ത് നിർത്തുകയാണ്. ഇരുകൂട്ടർക്കും രമേശിനെ പിന്തുണയ്ക്കാൻ ഒരു കാരണമേയുള്ളൂ. അത് സതീശൻ്റെ അഹങ്കാരമെന്നാണ് വയ്പ്. സമുദായ പ്രമാണിമാരെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കുന്നില്ല പോലും. വണങ്ങാൻ മനസ്സില്ല എന്ന് പറയാതെ പറയുന്ന ബോഡി ലാംഗ്വേജാണ് സതീശൻ തിരികെ നൽകുന്നതും. KPCC അധ്യക്ഷ സ്ഥാനത്ത് സുധാകരനെ മാറ്റണമെന്ന ചർച്ച വീണ്ടും ശക്തമാകുന്നുണ്ട്. ചുരുക്കത്തിൽ കോൺഗ്രസിൽ കോളിളക്കത്തിൻ്റെ കാലമാണ്. കേരളത്തിലെ ഈ ചെറുചലനങ്ങൾ മാത്രമല്ല കോളിളക്കത്തെ ചലിപ്പിക്കുന്നത്. സംഘടനാപരമായ മാറ്റങ്ങൾക്കാണ് ബലഗാവി ചർച്ചകൾ കളമൊരുക്കുന്നത്. വാർത്തകൾ ശരിയാകുന്നെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വേണുഗോപാലിന് പകരക്കാരനായി സാക്ഷാൽ DK ശിവകുമാർ എത്തും. ശിവകുമാർ ദില്ലിയിൽ കളം പിടിക്കുന്നത് BJPക്കുള്ള ശക്തമായ മറുപടിയാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ ചിലർക്കൊക്കെ ധാരണയുണ്ട്. അടുത്തിടെ കേരളത്തിൽ KC വേണുഗോപാൽ പങ്കെടുക്കുന്ന പൊതു സ്വകാര്യ പരിപാടികൾ ശ്രദ്ധിക്കുക. പുസ്തക പ്രകാശനം മുതൽ കുടുംബയോഗങ്ങളിൽ വരെ KC സജീവമാണ്. ഇതും കോളിളക്കത്തിനുള്ള മുൻചലനമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. 2026 ഭരണം കിട്ടിയാൽ ദില്ലിയിൽ നിന്നും മുഖ്യമന്ത്രിയായി KC എത്തുമോ? സമുദായ പിന്തുണ കൊണ്ട് രമേശിന് മടങ്ങിയെത്താൻ കഴിയുമോ? അതോ യുവനേതൃത്വത്തിൻ്റെ ഇപ്പോഴുള്ള പിന്തുണയോടെ സതീശൻ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുമോ? കോളിളക്കത്തിനായി കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം.